ഹലോ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരു MS Excel പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ മോഡലായിട്ട് എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷിഫ പോളിക്ലിനിക് ഫോർ മാർച്ച് 2013 യൂസിങ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യമായി നമ്മൾ MS Excel ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് MS Excelൻ്റെ വിൻഡോ ലഭിക്കും. ഇതിനകത്ത് നമുക്ക് കാണാം ഈ ABCDEFG എന്ന് പറയുന്നത് MS Excelലെ കോളംസ് ആണ്. 1 2 3 4 5 6 7 എന്ന് പറയുന്നത് MS Excelലെ റോസ് ആണ്. ഈ കോളം നെയിം പ്ലസ് റോ നെയിം രണ്ടും കൂടെ ചേരുന്നതാണ് ഒരു സെല്ലിൻ്റെ പേര്. ഈ സെല്ലിൻ്റെ പേര് A1 എന്ന് പറയാം, കാരണം കോളത്തിൻ്റെ പേര് A എന്നും റോയുടെ പേര് 1 എന്നുമാണ്. അടുത്ത ഈ കോളത്തിൻ്റെ പേര് B1 എന്ന് പറയാം, കാരണം കോളത്തിൻ്റെ പേര് B എന്നും റോയുടെ പേര് 1 എന്നാണ്. C1, D1, E1, F1 അങ്ങനെ കോളം നെയിം ഈ സെല്ല് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോളം നെയിം പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി പേറോൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഹെഡിങ് വേണം. ഈ ഹെഡിങ്ങിൻ്റെ താഴെയായിരിക്കും നമ്മൾ ആ പേറോൾ അക്കൗണ്ടിലെ ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് ടൈപ്പ് ചെയ്യുന്നത്. ആദ്യമായി നമുക്കൊരു നല്ലൊരു ഹെഡിങ് കൊടുക്കാം. അതിന് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷിഫ ക്ലിനിക് എന്ന് കൊടുക്കാം. അത് ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ നടുക്ക്, ഈ ഒന്നാമത്തെ റോയിൽ തന്നെ നടുക്ക് എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷിഫ പോളി ക്ലിനിക്. അടുത്തതായി നമുക്ക് ഈ A2, B2, C2 എന്ന് പറയുന്ന സെല്ലിലാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഹെഡിങ്സ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യനിലും അഡ്ജസ്റ്റ്മെൻറ്റിലുമുള്ള ഹെഡിങ്സ് നമ്മൾ നന്നായിട്ട് കൊടുക്കണം. എന്നാലും നമുക്ക് ആ വാല്യൂ അവിടെ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആൻസർ നെറ്റ് പേ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, അത് കിട്ടത്തുള്ളൂ. ആദ്യമേ നിങ്ങൾ ഏതൊക്കെ ഹെഡിങ്ങാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഹെഡിങ് കൊടുക്കാൻ ആദ്യമായി സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന ഹെഡിങ് അതിൻ്റെ അപ്പുറത്തെ സെല്ലിൽ കൊടുക്കണം. ഇത് A2 എന്ന് പറയുന്ന സെല്ലിലാണ് കൊടുക്കേണ്ടത്. A2 എന്ന് പറയുന്ന സെല്ലിലാണ് സീരിയൽ നമ്പർ കൊടുക്കേണ്ടത്. ഇത് B2 എന്ന് പറയുന്ന സെല്ലിലാണ് നെയിം ഓഫ് ദ എംപ്ലോയി കൊടുക്കേണ്ടത്. ഈ ബേസിക് പേയും നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് C2 എന്ന് പറയുന്ന സെല്ലിൽ കൊടുക്കണം. ഈ GIS എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പേ അഥവാ ഗ്രോസ് പേ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഈ ബേസിക് പേയോടൊപ്പം DAയും HRAയും കൂട്ടുന്നതാണ് ഗ്രോസ് പേ. ഞാൻ പിന്നീട് പറയാം. ഈ ഗ്രോസ് പേയോടൊപ്പം കുറയുന്നതാണ് GIS. അതുകൊണ്ട് GIS നമ്മൾ ലാസ്റ്റിലേ കൊടുക്കാവൂ. ഗ്രോസ് പേ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ GIS ഹെഡിങ് ആയിട്ട് കൊടുക്കാവൂ. അതുകൊണ്ട് തന്നെ ബേസിക് പേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ DA, HRA എന്ന് പറയുന്ന ഈ രണ്ട് ഹെഡിങ്ങുകളാണ് കൊടുക്കേണ്ടത്. കാരണം അത് ബേസിക് പേയോടൊപ്പം കൂട്ടുന്ന ഐറ്റംസ് ആണ്. ഇത് രണ്ടും കൂട്ടുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ C2 കഴിഞ്ഞതിന് ശേഷം D2ൽ നമുക്ക് DA കൊടുക്കാം. HRA എന്ന് പറയുന്നതും ഹോം റെന്റ് അലവൻസ് ആണ്. അതും ബേസിക് പേയോടൊപ്പം കൂടുന്നതാണ്. ആ ഹോം റെന്റ് അലവൻസ് നമ്മൾ D2 കഴിഞ്ഞ് E2ൽ നമുക്ക് കൊടുക്കാം. ഇതിനു ശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് ഗ്രോസ് പേ. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ 4 ഹെഡിങ്ങും കൊടുക്കാം, 5 ഹെഡിങ്ങും കൊടുക്കാം. A2 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ സീരിയൽ നമ്പർ കൊടുക്കുകയാണ്. സീരിയൽ നമ്പറിൻ്റെ ഹെഡിങ് കൊടുക്കുകയാണ്. B2ൽ നമ്മൾ തൊട്ടടുത്തുള്ള സെല്ല് അഥവാ B2ൽ നമ്മൾ നെയിം ഓഫ് ദ എംപ്ലോയി, ക്വസ്റ്റ്യനിലുള്ള നെയിം ഓഫ് ദ എംപ്ലോയി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ B2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് ആ നെയിം ഓഫ് ദ എംപ്ലോയി എന്ന് പറയുന്ന വാക്ക് വലുതായതുകൊണ്ട് അത് C2ലേക്ക് പോയിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ B2 എന്ന് പറയുന്ന സെല്ലിൻ്റെ B എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആയിക്കോളും. ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക.
അതിനുശേഷം അതിൻ്റെ ഈ ബിയുടെ അറ്റത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്രോസ് സൈൻ ലഭിക്കും. ആ ക്രോസ് സൈൻ ഉപയോഗിച്ച് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ എംപ്ലോയി എന്ന് തീരുന്നിടത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോളം അത്രയും വലുതായി കിട്ടും, ചെയ്യാനും എളുപ്പമായിരിക്കും. അടുത്തായി നമുക്ക് അടുത്ത സെല്ല് കൊടുക്കാം. C2 നമുക്ക് ബേസിക് പേ, നമ്മുടെ മെയിനാണ് ബേസിക് പേ കൊടുക്കാം. അടുത്ത സെല്ലിൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള GAS കൊടുക്കരുത്, അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള DA കൊടുക്കാം, അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള HRA കൊടുക്കാം. കാരണം ഇത് രണ്ടും ബേസിക് പേയോടൊപ്പം കൂടുന്നതാണ്. അടുത്തതായി ഈ ബേസിക് പേയോടൊപ്പം DAയും അതിനോടൊപ്പം HRAയും കൂട്ടുമ്പോൾ നമുക്ക് ഗ്രോസ് പേ എന്ന് പറയുന്ന ഒരു ഐറ്റം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഗ്രോസ് പേ കൊടുക്കാം. ഗ്രോസ് പേ എന്ന് പറയുന്ന ഐറ്റം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ ഗ്രോസ് പേ എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA ആണ് ഗ്രോസ് പേ. ഈ ഗ്രോസ് പേയോടൊപ്പമാണ് നമ്മൾ GIS അഥവാ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഐറ്റംസ് വരാം. PF എന്ന് പറയുന്നൊരു ഐറ്റംസ് വരാം. PF ലോൺ, അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. PF ലോൺ അഥവാ PF കോൺട്രിബ്യൂഷൻ, മന്ത്ലി കോൺട്രിബ്യൂഷൻ ടു PF എന്ന് പറയുന്ന ഐറ്റം വരാം. SLF എന്ന് പറയുന്നൊരു ഐറ്റം വരാം. TDS അഥവാ ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്നൊരു ഐറ്റം വരാം. ഇത്ര ഐറ്റംസും നമ്മുടെ ഗ്രോസ് പേയോടൊപ്പം കുറയുന്ന ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് പേ എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം മാത്രമേ ആ ഹെഡിങ്സ് കൊടുക്കാവൂ. ക്വസ്റ്റ്യനിലുള്ളതുപോലെ നമുക്ക് GIS എന്ന് പറയുന്ന ഈ ഒരു കുറയുന്ന ഐറ്റം G2 എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കാം. കാരണം F2 നമ്മൾ ഗ്രോസ് പേ ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തൊട്ടടുത്ത കോളം G2 അത് കൊടുക്കാം. ഈ PF കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും നമ്മുടെ ബേസിക് പേയിൽ നിന്ന് അഥവാ അല്ലെങ്കിൽ ഗ്രോസ് പേയിൽ നിന്ന് കുറയുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് H2 എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഈ കുറയുന്ന ഐറ്റംസ് ഇനി എക്സലിൽ ഹെഡിങ്സ് ആയിട്ട് കൊടുക്കാം. ഹെഡിങ്സ് ആയിട്ട് കൊടുക്കാനായി എക്സൽ എടുത്തിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ G2 എന്ന് പറയുന്ന ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറയുന്ന ഐറ്റമായ GIS കൊടുക്കാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ H2 എന്ന് പറയുന്നത് നമുക്ക് PF കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഐറ്റം കൊടുക്കാം. ആ കോള വെച്ചിട്ട് വലുതായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ H2 സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്തോട്ട് പോയി ഈ വിഡ്ത്ത് കൂട്ടണം. അടുത്തതായി ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു ഐറ്റം ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ GIS എന്ന് പറയുന്ന ഗ്രോസ് പേയിൽ നിന്ന് കുറയുന്ന ഐറ്റവും PF കോൺട്രിബ്യൂഷനും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഡിഡക്ഷൻ. ഈ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ കുറച്ചു കഴിഞ്ഞാൽ, ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പേ. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെറ്റ് പേ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഹെഡിങ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ഹെഡിങ്സിൻ്റെ താഴെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ സീരിയൽ നമ്പറിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക, അടുത്തായി 2 എന്ന് ടൈപ്പ് ചെയ്യുക, 3 എന്ന് ടൈപ്പ് ചെയ്യുക, 4 എന്ന് ടൈപ്പ് ചെയ്യുക, 5 എന്ന് ടൈപ്പ് ചെയ്യുക, 6 എന്ന് ടൈപ്പ് ചെയ്യുക, 7 എന്ന് ടൈപ്പ് ചെയ്യുക, 8 എന്ന് ടൈപ്പ് ചെയ്യുക, 9 എന്ന് ടൈപ്പ് ചെയ്യുക. മൊത്തം എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. മൊത്തം 8 എംപ്ലോയീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 8 വരെയുള്ളത് മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സീരിയൽ നമ്പറിൻ്റെ താഴെ ഞാൻ 1, 2, 3, 4, 5, 6, 7, 8 വരെ കൊടുത്തിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ എക്സലാണ്. അതുകൊണ്ട് 1, 2, 3 എന്ന് കൊടുത്താലേ പറ്റത്തുള്ളൂ. പുതിയ എക്സൽ നിങ്ങൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 1, 2, 3, 4, 5, 6 എന്ന് വരും. അടുത്ത നെയിം ഓഫ് ദ എംപ്ലോയി ആണ്. നെയിം ഓഫ് ദ എംപ്ലോയി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. നെയിം ഓഫ് ദ എംപ്ലോയി എബ്രഹാം ബബിത ടാനിഷ്.
ഇങ്ങനെ താഴെ നെയിം ഓഫ് എംപ്ലോയീസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. എബ്രഹാം, ബബിത, ഡാനിഷ്, ഗണേഷ്, ഹിബ, കീർത്തന. ടൈപ്പ് ചെയ്തതിന് തീരുന്നിടത്ത് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തൊട്ട് താഴത്തെ റോയിൽ വരും. ഇല്ലെങ്കിൽ മൗസ് വെച്ച് സെലക്ട് ചെയ്താൽ മതി. കീർത്തന, സുധീഷ്, രഘു, ഇങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യനകത്തുള്ള പേരുകൾ കൊടുക്കണം. അടുത്ത ഈ ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് തന്നെ നമ്മൾ എൻ്റർ ചെയ്യണം. ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി ബേസിക് പേ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ബേസിക് പേ അതുപോലെ തന്നെ എൻ്റർ ചെയ്യണം. താഴെയായിട്ട് അവരവർക്ക് നേരെ അവരവരുടെ ബേസിക് പേ എൻ്റർ ചെയ്യണം. ഇവിടെ ഇപ്പം എബ്രഹാമിൻ്റെ ആണെങ്കിൽ 24,300 എൻ്റർ അടിച്ച് അടുത്ത ആളുടെ എൻ്റർ ചെയ്യുക. അങ്ങനെ ഓരോരുത്തരുടെയും ബേസിക് പേ അവരവരുടെ നേരെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് അവരവരുടെ ബേസിക് പേ ക്വസ്റ്റ്യനിനകത്ത് നോക്കി അവരവരുടെ നേരെയുള്ള ബേസിക് പേ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 20,000. അതിന് അടുത്ത ആൾക്ക് തന്നെ 20,000. ഇനിയുള്ള ഹെഡിങ്സിൻ്റെ താഴെയുള്ളതെല്ലാം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത്, അഥവാ ഈ ഒരു ഇക്വേഷൻ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, DA എന്ന് പറയുന്നത് 63% ബേസിക് പേയുടെയാണ്. അപ്പോൾ ബേസിക് പേ ഇൻറ്റു 63/100 എന്ന് പറയുന്നതാണ് DA. ബേസിക് പേ ഇൻറ്റു 63/100 ആണ് ബേസിക് പേ. അതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്ക് DA എന്ന് പറയുന്ന കോളത്തിൻ്റെ താഴെ കൊടുക്കാം. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ DA എന്ന് പറയുന്ന കോളത്തിൻ്റെ ആദ്യത്തെ സെൽ എന്ന് പറയുന്നത് DA എന്ന് പറയുന്ന കോളത്തിൻ്റെ ആ ഒരു സെല്ലിൻ്റെ DA എന്ന് പറയുന്ന ഈ സെല്ലിൻ്റെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. അവിടെ == എന്ന് പറയുന്നൊരു ചിഹ്നം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബേസിക് പേയുടെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യണം. C3 എന്ന് പറയുന്ന സെല്ലാണത്. ആ സെല്ല് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റും 8ഉം കൂടെ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ സ്റ്റാർ അഥവാ ഇൻറ്റു എന്ന് പറയുന്നത് കിട്ടും. ഇൻറ്റു 63/100 നമ്മുടെ ഇക്വേഷനാണത്. ബേസിക് പേയുടെ 63% ഇക്വേഷനാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബേസിക് പേയുടെ 63% DA 15,309 ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയി വന്നിരിക്കുകയാണ്. ആ എമൗണ്ട് നമുക്ക് താഴെ വരെ എല്ലാവരുടെയും കാൽക്കുലേറ്റ് ചെയ്യണം. അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആ എമൗണ്ട് കാൽക്കുലേറ്റ് ആയ സെല്ല് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ ഏറ്റവും റൈറ്റ് കോർണറിലായിട്ടൊരു ചെറിയൊരു സ്ക്വയറിൻ്റെ ചിഹ്നം കാണും. അവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുപോയിട്ട് അത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു കോളം മൊത്തവും ഫില്ലായിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും DA കാൽക്കുലേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് HR എന്ന് പറയുന്നത് എല്ലാവർക്കും 250 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 250 എന്ന് പറയുന്ന ഒരു വാല്യൂ ആദ്യത്തെ HRയുടെ തൊട്ട് താഴത്തെ സെല്ലിൽ കൊടുക്കാം. നമ്മളിപ്പം ചെയ്തതിൻ്റെ കൂട്ട് തന്നെ അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും റൈറ്റ് കോർണറിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ചതുരം പോലൊരു സ്ക്വയർ പോലൊരു ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യണം. ഇത് കാണാം എല്ലാവർക്കും 250 രൂപ വെച്ച് കൂട്ടാനുള്ള ഒരു ഇക്വേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുകയാണ്. ഇനി ഗ്രോസ് പേ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA ആണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഗ്രോസ് പേയുടെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം == ചിഹ്നം ഇട്ടിട്ട് ബേസിക് പേയുടെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. C3 എന്ന് പറയുന്നത് പ്ലസ് ഈ DAയുടെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. D3 എന്ന് പറയുന്ന സെല്ലാണത്. പ്ലസ് ചിഹ്നം കൊടുക്കുക. HRAയുടെയും തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. E3 എന്ന് പറയുന്ന സെല്ലാണത്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടിയ വാല്യൂ ഗ്രോസ് പേയുടെ
തൊട്ട് താഴത്തെ കോളത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ആ കോളം ആ ഒരു ഇക്വേഷൻ തന്നെയാണ് താഴോട്ടുള്ളവർക്കെല്ലാം. അതുകൊണ്ട് തന്നെ ആ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സ്ക്വയറിൻ്റെ കൂട്ടത്തെ ആ ഏരിയയിൽ ചെന്ന് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ഗ്രോസ് പേ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ GIS എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നോക്കി അത് ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ഇവിടെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഓരോരുത്തരുടെയും GIS അവരവരുടെ നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാവരുടെയും GIS ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ആൾക്ക് 400, രണ്ടാമത്തെ ആൾക്ക് ബബിതയ്ക്ക് 350, അങ്ങനെ ടൈപ്പ് ചെയ്ത് താഴെ വരെ ടൈപ്പ് ചെയ്യണം. ഇനി PF കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും. അറിയാം, PF കോൺട്രിബ്യൂഷൻ 5% ഓഫ് ബേസിക് പേ. ബേസിക് പേയുടെ 5%. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പേ ചെയ്ത സെയിം പ്രൊസീജിയറാണ്. ഈ PF കോൺട്രിബ്യൂഷന്റെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക, ഈസിക്കൽ ടു എന്ന് പറയുന്ന ഒരു സൈൻ കൊടുക്കുക. ഇവിടെ ചെന്ന് ബേസിക് പേയുടെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക, ഇൻറ്റു എന്ന് പറയുന്ന ചിഹ്നം. അതിനുവേണ്ടി ഷിഫ്റ്റ് പ്ലസ് എട്ടർ അമർത്തി കഴിഞ്ഞാൽ ഇൻറ്റു കിട്ടും. ഇൻറ്റു 5% 5% ആകുമ്പോൾ 5 ഡിവൈഡ് ബൈ 100. ഇപ്പോൾ ബേസിക് പേയുടെ 5% കാണാനുള്ള ഒരു ഇക്വേഷനാണിത്. എൻ്റർ അടിക്കുമ്പോൾ ബേസിക് പേയുടെ 5%-മായ 1215 രൂപ അവിടെ വന്നിരിക്കുകയാണ്. ഇനി ആ ഇക്വേഷൻ തന്നെയാണ് താഴോട്ടുള്ളവർക്കെല്ലാം PF കോൺട്രിബ്യൂഷനായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ 1215 എന്ന് പറയുന്ന ആ സെല്ല് സെലക്ട് ചെയ്യുക. സൈഡിലുള്ള ഈ സ്ക്വയർ പോലുള്ള ഏരിയയിൽ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ വരെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും PF കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നതാണ്. ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ GIS പ്ലസ് PF എന്ന് പറയുന്ന ബേസിക് പേയിൽ നിന്ന് കുറയുന്ന അഥവാ ഗ്രോസ് പേയിൽ നിന്ന് കുറയുന്ന ഐറ്റംസ് കൂട്ടുന്നതാണ് ടോട്ടൽ ഡിഡക്ഷൻ. അതിന് വേണ്ടി നമുക്ക് GISന്റെ തൊട്ട് താഴത്തെ ഈ കോളം സെലക്ട് ചെയ്യുക, പ്ലസ് ചിഹ്നം കൊടുക്കുക, PF കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സെല്ലും PF കോൺട്രിബ്യൂഷന്റെ തൊട്ട് താഴത്തെ സെല്ലും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ GISഉം PF കോൺട്രിബ്യൂഷനും കൂടെ കൂട്ടിയിരിക്കുന്ന ഒരു എമൗണ്ടാണ് 1615. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് താഴോട്ട് മൊത്തവും. അതുകൊണ്ട് തന്നെ ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു ഏരിയ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ വരെ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാം എല്ലാവർക്കും ടോട്ടൽ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ആയിരിക്കുകയാണ്. താഴെ വരെയുള്ള രഘു വരെയുള്ള എല്ലാവർക്കും ടോട്ടൽ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ആയിരിക്കുകയാണ്. നെറ്റ് പേ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ വളരെ ഈസിയാണ്. നെറ്റ് പേയുടെ തൊട്ട് താഴത്തെ കോളം സെലക്ട് ചെയ്യുക, ഈസിക്കൽ ടു ചിഹ്നം കൊടുക്കുക, ഗ്രോസ് പേയുടെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക, അത് F3 എന്ന് പറയുന്നൊരു സെല്ലാണ്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മൈനസ് ചിഹ്നം കൊടുക്കുക. മൈനസ് ചിഹ്നം കൊടുത്തതിന് ശേഷം ഗ്രോസ് പേയിൽ നിന്ന് കുറയുന്നത് ടോട്ടൽ ഡിഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ ആണ് നെറ്റ് പേ. മൈനസ് കൊടുത്തതിന് ശേഷം ഈ ടോട്ടൽ ഡിഡക്ഷന്റെ തൊട്ട് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ് പേ ആയ 38,244 രൂപ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയി വന്നിരിക്കുകയാണ്. ഇതാണ് ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷനായ നെറ്റ് പേ. ഇനി ഈ നെറ്റ് പേയുടെ ഇക്വേഷൻ എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെറ്റ് പേയുടെ തൊട്ട് താഴത്തെ ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിലുള്ള ഈ സ്ക്വയർ ഏരിയയിൽ പോയി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ നെറ്റ് പേ കാൽക്കുലേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പേറോൾ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആദ്യമായി സീരിയൽ നമ്പർ 123, നെയിം ഓഫ് ദ എംപ്ലോയി, ബേസിക് പേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. DAയും HRയും ബേസിക് പേയോടൊപ്പം കൂടുന്നതാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കും. ആ ഇക്വേഷൻ ഉപയോഗിച്ച് അത് ചെയ്യുക. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ് ഗ്രോസ് പേ. ഗ്രോസ് പേയിൽ നിന്ന് കുറയുന്നതാണ് GIS PF കോൺട്രിബ്യൂഷൻ. ഈ GIS അങ്ങനെയുള്ള കുറയുന്ന ഐറ്റംസ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ കാണും, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ കാണും. അതായത് ഹെഡിങ് മനസ്സിലാക്കിയതിനു ശേഷം ഗ്രോസ് പേക്ക് ഇപ്പുറത്തായിട്ട് കുറയുന്നത് കൊടുക്കുക.
ഈ കുറയുന്നത് എല്ലാം കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഡിഡക്ഷൻ. കുറയുന്നതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഡിഡക്ഷൻ. ഈ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നെറ്റ് പേ ലഭിക്കും. ഇതാണ് പേറോൾ സ്റ്റേറ്റ്മെൻ്റ് ഒരു സമ്മറി. താങ്ക് യു.